ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 76 25/8/1988. കർത്താവേ, ഇത് ഞാനാണ്. വസൂല, സ്നേഹമായ എന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയുടെ വീണ്ടും ജനനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവളുടെ ഇപ്പോഴത്തെ തീക്ഷ്ണതയില്ലായ്മ സ്നേഹത്തിന്റെ ഒരു ജ്വാലയായി മാറും. അവളുടെ താല്പര്യമില്ലായ്മ തീക്ഷ്ണതയായി പരിണമിക്കും. എന്നെ അറിയുവാനും അനുഗമിക്കാനുമുള്ള തീക്ഷ്ണമായ ദാഹമായി അത് മാറും. അവളുടെ അവിശ്വസ്തത വിശ്വസ്തതയായി പരിണമിക്കും. അവളുടെ ശുഷ്കത തഴച്ചു വളരുന്ന ഒരു പുൽത്തകിടിയായും എന്റെ ആടുകൾക്ക് സമാശ്വാസം നൽകുന്ന ഒരു നീരുറവയായും അത് മാറും. ആ നീരുറവ എന്റെ ആടുകളുടെ ദാഹം ശമിപ്പിച്ചുകൊണ്ട് അവയ്ക്ക് സംരക്ഷണം നൽകും. ഞാൻ എന്റെ സഭയ്ക്ക് ഒരിക്കൽ നൽകിയിട്ടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ഊഷ്മളത എന്റെ ആടുകൾ സഭയിൽ കണ്ടെത്തും. എന്റെ ആടുകൾ സ്നേഹവും സമാധാനവും അനുഭവിക്കും. അവ മടങ്ങിവരും. അതിനാൽ സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും സുവിശേഷം നല്ലതുപോലെ ഗ്രഹിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞെ, എന്റെ സഭ ഐക്യപ്പെടുന്നതിനു വേണ്ടിയും അവളുടെ പഴയ വസ്ത്രങ്ങൾ അവൾ വീണ്ടും ധരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ വചനത്തിന് നൽകപ്പെട്ട എല്ലാ തെറ്റായ വ്യാഖ്യാനങ്ങളും ഇല്ലാതാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത് വിഷം കലർത്തിയ ആഹാരം നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെയാണ്. എന്റെ ഭക്ഷണം പരിശുദ്ധവും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുമാണ്. എന്റെ പുരോഹിതന്മാർ എന്റെ മാർഗങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടിയും യഥാർത്ഥ വഴിയായ എന്നെ മനസ്സിലാക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. അവർ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് ബോധജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞെ, അവസാനം എന്റെ പരിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ജനതകളും എന്റെ പരിശുദ്ധ നാമം ആദരിക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. യേശുവേ, ഇതെല്ലാം വളരെ വിദൂര ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ മടങ്ങിവരവ് വളരെ കാലം കഴിഞ്ഞിട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മകളെ, നിനക്കെന്റെ സമാധാനം ഉണ്ടാകട്ടെ. എന്നെ സ്വീകരിക്കുവാനായി വളരെ തീക്ഷ്ണതയോടെ തയ്യാറായിരിക്കുക. ഞാൻ വളരെ ഗൗരവപൂർവ്വം പറയുന്നു. മണിക്കൂറുകൾ അതിവേഗം നിഴലുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ മടങ്ങിവരവിന്റെ ആദ്യത്തെ അടയാളമുള്ള കാലഘട്ടത്തിലാണ് നീ ജീവിക്കുന്നത്. ഈറ്റുനോവിന്റെ ആദ്യ ലക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്റെ മടങ്ങിവരവിന്റെ ആദ്യ സൂചനകളെ എന്റെ സൃഷ്ടികൾ പോഷത്വമായി പരിഹസിച്ച് തള്ളിക്കളയുന്നു. ഈറ്റുനോവ് ആരംഭിച്ചെന്ന് വിശ്വസിക്കുവാൻ അവർ വിസമ്മതിക്കുന്നു. എന്റെ കുഞ്ഞെ, അതിനാൽ നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുകയും എന്റെ വചനത്തെ സ്വീകരിക്കുകയും ചെയ്യുക. നിനക്ക് യാതൊരു കുറവും സംഭവിക്കാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കണ്ട. എന്റെ അടുക്കിലേക്ക് നേരെ വരിക. ഞാൻ കർത്താവാണ്. ഞാൻ നിന്റെ അധ്യാപകനും ആത്മീയ ഗുരുവുമായിരിക്കും. നീ ജ്ഞാനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിന്റെ താക്കോൽ എന്റെ കൈവശമാണുള്ളത്. ബുദ്ധിമാന്മാർ എന്ന് കരുതുന്നവർ ജ്ഞാനത്തെ കാണുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ശിശുക്കളെ പോലെ നിഷ്കളങ്കതയുള്ളവർക്കാണ് ഞാൻ ജ്ഞാനം നൽകുന്നത്. ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ച് അവളെ കണ്ടുമുട്ടുവാൻ ഞാൻ ശിശുക്കളെ പോലെ നിഷ്കളങ്കരായവരെ മാത്രമേ ഞാൻ അനുവദിക്കുകയുള്ളൂ. എന്റെ യേശുവേ, അങ്ങേക്ക് നന്ദി. 26/8/1988. കുറെ തീവ്രവാദികളായ ഇസ്ലാം വിശ്വാസികളെയും അവരുടെ 2 ഇമാമുമാരെയും ഒരു ഷെയ്ഖിനെയും നേരിൽ കണ്ട് സംസാരിക്കുന്നതിനായി എന്നെ അവർ ക്ഷണിച്ചു. എൻ്റെ സ്നേഹിതനായ ഒരു ദൈവശാസ്ത്രജ്ഞനോടൊപ്പം ഞാൻ അവരുടെ അടുക്കിലേക്ക് പോയി. എന്നെ കുറ്റം വിധിക്കുന്നതിനും എന്നെ ഭൂതോച്ചാടനത്തിന് വിധേയമാക്കുന്നതിനും വേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സമ്മേളനമായിരുന്നു അത്. എന്നിൽ യാതൊരു അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യവുമില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ സംയമനം തെറ്റി. അവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം യേശു എനിക്ക് നൽകിയപ്പോൾ അവർ എന്നോട് കോപത്തോടെ കലഹിക്കുകയും ചെയ്തു. എൻ്റെ ശാന്തത കണ്ടപ്പോൾ അവർ കോപാകുലരാകുകയും ഞാൻ നുണ പറയുന്നവളും വഞ്ചകയുമാണെന്ന് അവർ ആരോപിച്ചു. എൻ്റെ കർത്താവെ, അങ്ങ് സ്നേഹത്തിൻ്റെ ദൈവമല്ലെന്ന് അവർ പറഞ്ഞു. ഞാനും ദൈവശാസ്ത്രജ്ഞനായ എൻ്റെ സ്നേഹിതനും അവിടെ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ സമ്മേളിച്ചത് സ്വിറ്റ്സർലൻഡിലല്ലായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ കൊന്നുകളയുമായിരുന്നു. എന്റെ വസൂല, സ്നേഹമാണ് ആദ്യം വരുന്നത്. ഞാൻ സ്നേഹത്തിന്റെ ദൈവമാണ്. സ്നേഹമാണ് വേര് എന്ന് ഞാൻ പഠിപ്പിച്ചത് നീ ഓർക്കുന്നില്ലേ? നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന ഉദാഹരണം ഞാൻ നിന്നോട് പറഞ്ഞു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ് പൂർണ്ണതയുള്ള നല്ല വൃക്ഷം. കാരണം അതിന്റെ വേര് സ്നേഹമാണ്. അതിന്റെ ശാഖകളെല്ലാം നന്മയുള്ളവയാണ്. സ്നേഹത്തിന്റെ വേരില്ലെങ്കിൽ വൃക്ഷത്തിന് യാതൊരു നന്മകളും ഉണ്ടാവില്ല. അത് യാതൊരു നല്ല പഴങ്ങളും പുറപ്പെടുവിക്കുകയില്ല. എന്റെ കുഞ്ഞെ,
ഫലം നൽകാത്തതോ അല്ലെങ്കിൽ ചീത്തപ്പഴങ്ങളുള്ളതോ ആയ ഒരു വൃക്ഷത്തെ നീ കാണുമ്പോൾ അതിന്റെ വേര് ഏറ്റവും വഷളായ തിന്മ നിറഞ്ഞതാണെന്ന് നീ അറിയുക. എല്ലാ നന്മകളുടെയും വേര് സ്നേഹമാണെന്ന് ഞാൻ നിന്നോട് ഗൗരവപൂർവ്വം പറയുന്നു. ഞാൻ സ്നേഹമാണ്. ഞാനാണ് നിങ്ങളെ പോഷിപ്പിച്ചു വളർത്തുന്നതും നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കുന്നതും. എന്റെ അടുക്കിലേക്ക് വരൂ, എന്നിൽ വസിക്കുക, നിങ്ങൾ എന്നേക്കും ജീവിക്കും. 29/8/1988. യേശുവേ, ഇത് ഞാനാണ് നിനക്ക് സമാധാനം. എന്റെ അടുക്കിലേക്ക് നിന്നെ പിടിച്ചുയർത്തി കൊണ്ടുവന്നതിലൂടെ ഞാൻ നിന്നെ എത്രമാത്രം അനുഗ്രഹിച്ചുവെന്ന് മനസ്സിലാക്കുക. എന്റെ വസൂല, എന്റെ അതിസമൃദ്ധമായ സ്നേഹത്തെക്കുറിച്ച് എന്റെ വചനം പഠിപ്പിക്കുന്ന എന്റെ പ്രബോധകരെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിനീതനും ശാന്തശീലനും വാത്സല്യനിധിയുമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹപൂർവ്വം പഠിപ്പിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹത്തോടെ പഠിപ്പിച്ചു. ഞാൻ നിന്നെ സ്നേഹപൂർവ്വം സൗമ്യതയോടെ ക്ഷമാപൂർവ്വം പിടിച്ചുയർത്തിയെടുത്തു. പലപ്പോഴും ഞാൻ നിന്നോട് ചോദിച്ചു, എന്റെ പ്രവൃത്തി തുടരുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന്. കർത്താവായ ഞാൻ നിന്റെ സ്വാതന്ത്ര്യത്തെ ആദരിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിച്ചില്ല. ഞാൻ ഒരിക്കലും നിന്നോട് പരുഷമായി പെരുമാറിയിട്ടില്ല. സ്നേഹത്തോടെയും വലിയ വാത്സല്യത്തോടെയുമാണ് ഞാൻ നിന്നെ എന്റെ വചനത്താൽ പരിപോഷിപ്പിച്ചത്. എന്റെ പ്രബോധന ശൈലി തുടരുവാനും അത് വ്യാപിക്കുവാനും എന്റെ ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിച്ചു. എന്റെ ആടുകളെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി എന്റെ അടുക്കലേക്ക് ആനയിക്കുവാൻ ഞാൻ എന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്റെ പ്രബോധന ശൈലി എന്തുകൊണ്ടാണ് ഇക്കാലത്ത് വിസ്മരിക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്റെ സഭ ഇപ്പോൾ ആത്മീയ വരൾച്ചയുടെയും കഠിനതയുടെയും വിളയിടമായി മാറ്റപ്പെട്ടിരിക്കുന്നത്? മാനുഷിക നിയമങ്ങളുടെയും ചിന്തകളുടെയും സ്വാധീനത്താൽ എന്റെ സഭ ഇക്കാലത്ത് അലസമായി നിഷ്പ്രയോജനമായി കിടക്കുന്നു. അത് ശൂന്യമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ഇനിമേൽ യാതൊരു പ്രസക്തിയുമില്ലെന്ന തത്വത്താൽ എന്റെ സഭ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ വസൂല, എന്റെ മാടപ്രാവേ, നീ സ്വതന്ത്രയാണ്. എന്തെന്നാൽ നീ നിന്റെ ഗുരുവായ എന്നോടൊപ്പമാണ്. ഞാൻ നിന്നെ നയിക്കുന്നത് നിനക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരിക്കൽ പോലും ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും എന്റെ ജോലി നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മേൽ ഉത്തരവാദിത്വമുള്ളവരുടെ പ്രവർത്തന രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്റെ പ്രവർത്തന രീതി. നിങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവായ ഞാൻ എപ്പോഴും നിന്നെ സമീപിച്ചിട്ടുള്ളത് എന്നെ അനുവദിക്കാമോ എന്ന അഭ്യർത്ഥനയുമായിട്ടാണ്. എന്റെ സഭയിലെ ശുശ്രൂഷകർക്ക് മാറ്റം വരേണ്ടതുണ്ട്. എന്റെ മാർഗങ്ങളും പ്രവർത്തന രീതികളും എന്റെ സഭയിലെ ശുശ്രൂഷകർ ഓർക്കേണ്ടതുണ്ട്. 5/9/1988. താമസിയാതെ തന്നെ എന്നെ കുറെ പുരോഹിതന്മാർ തിരസ്കരിക്കുമെന്ന് കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു. കർത്താവെ, വീണ്ടും പുരോഹിതന്മാർ എന്നെ തിരസ്കരിക്കുമോ? കർത്താവെ, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. താമസിയാതെ സർവ്വകാര്യങ്ങളും വെളിച്ചത്തു വരും. നിന്നെ തിരസ്കരിച്ചവരും എന്റെ സന്ദേശം വിശ്വസിക്കുവാൻ വിസമ്മതിച്ചവരും പാപമോചനത്തിനു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടി വരും. വസൂല, അവർ അന്ധരായിരുന്നെങ്കിൽ ഞാൻ അവരെ സുഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ അവർക്ക് കാണുവാൻ കഴിയും എന്ന് അവർ അവകാശപ്പെടുന്നു. ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്നെ എതിർത്തിരുന്ന അന്ധരായ വഴികാട്ടികളുടെ പിന്തുടർച്ചക്കാരാണ് ഇക്കൂട്ടർ. എന്റെ കുഞ്ഞെ, ഞാൻ ഭൂമിയിലായിരുന്ന കാലത്ത് ഇക്കൂട്ടർ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ ക്രൂശിച്ചവരുടെ കൂടെ ഇവരും ഉണ്ടായിരുന്നേനെ. ഇവരും അവരുടെ ദുഷ്പ്രവൃത്തിയിൽ പങ്കുചേർന്നേനെ. പ്രവാചകന്മാരെ കല്ലെറിയുകയും അവരെ നിശബ്ദരാക്കുകയും ചെയ്തവരുടെ കൂടെ ഇവരും ഉണ്ടായിരുന്നേനെ. ഇപ്പോഴും അപ്പോഴും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? എന്നിൽ വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്ന് ഇക്കൂട്ടർ അവകാശപ്പെടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെ അവർ തിരസ്കരിക്കുന്നത് വഴി അവർ എന്നെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ സന്ദേശവുമായി വരുന്ന നിന്നോട് ഇക്കൂട്ടർ നിയമജ്ഞരെയും ഫരിസേയരെയും പോലെ തെളിവ്, വ്യക്തമായ അടയാളം ആവശ്യപ്പെടുന്നു. എന്റെ കുഞ്ഞെ, നീ ഒരുങ്ങിക്കൊള്ളുക. ചെമ്മട്ടിയിൽ ഏൽക്കുന്നതിന് വേണ്ടി നിന്റെ പുറം സജ്ജമാക്കിക്കൊള്ളുക. കർത്താവായ ഞാൻ എന്റെ പുറത്ത് ചെമ്മട്ടി കൊണ്ടടിക്കുന്നതിന് വേണ്ടി അവരെ അനുവദിച്ചു. അതിനാൽ നീയും നിന്റെ പുറം അവർക്ക് ചെമ്മട്ടി അടിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുക. എന്റെ സന്ദേശം ശ്രമിക്കുന്നതിന് അവർ വിസമ്മതിക്കുന്നതിനാൽ ഇക്കൂട്ടർ അവരുടെ തെറ്റുകൾ ആവർത്തിക്കട്ടെ. കർത്താവായ എന്നെ അവർ തിരസ്കരിക്കുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. അതിനാൽ എന്റെ കുരിശിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് വഴങ്ങിക്കൊടുക്കുക. ഇന്ന് ഇന്നലത്തെ പോലെ തന്നെയാണ്. ഞാൻ ആരെ അയച്ചാലും ഇക്കൂട്ടർ അവരെ സസൂക്ഷ്മം പരിശോധിക്കുകയും പീഡിപ്പിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നു. ഞാൻ അയക്കുന്നവരുടെ രക്തം, ആബേലിന്റെ രക്തം മുതൽ ഈ തലമുറയിൽ ഉള്ളവരുടെ രക്തം വരെ നിരന്തരം ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമജ്ഞർക്കും ഫരിസേയർക്കും ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതുപോലെ ഇക്കാലത്ത് എന്റെ സന്ദേശവാഹകരെ പീഡിപ്പിക്കുകയും എന്റെ വചനത്തെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നവർക്ക് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളിൽ ഒരാൾ പോലും മാറിയിട്ടില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ പഴയതുപോലെ തന്നെ തുടരുന്നു. നിങ്ങളുടെ ചിന്താശൈലി നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നു. ആത്മീയ സന്ദേശങ്ങൾ പ്രഘോഷിക്കുന്ന കപട പ്രബോധകരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളെ തിരസ്കരിക്കുന്നു.
എന്റെ ആടുകൾക്ക്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് എന്റെ ശരീരം ഭക്ഷിക്കുവാൻ കൊടുക്കുന്നവരെ, നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് എന്റെ രക്തം കൊടുക്കുന്നില്ല? എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ മറന്നുപോയോ? യേശു വളരെ ഗൗരവത്തോടെ ഉച്ചത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എന്റെ വസൂല, എന്റെ മേൽ തറച്ചിരിക്കുന്ന മുള്ളുകളുടെ വേദന അനുഭവിച്ചറിയുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. യുക്തിവാദ ചിന്തകൾ എപ്രകാരം ഈ പുരോഹിതന്മാരുടെ ഹൃദയത്തിൽ ആധിപത്യം നടത്തുന്നുണ്ടെന്ന് ഞാൻ നിനക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തരും. ഞാൻ നിന്നെ അവർക്ക് വിട്ടുകൊടുക്കും. എന്റെ അപ്പം കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുന്നു. എന്നോടൊന്നായി ഐക്യപ്പെടുക. എന്റെ മുള്ളുകളെ അനുഭവിച്ചറിയുക. എന്റെ ആ മുള്ളുകൾ നിന്റെ മുള്ളുകളായി തീരട്ടെ. ആണികളാൽ ഞാൻ തറയ്ക്കപ്പെട്ടതുപോലെ നിന്റെ ദേഹിയും എന്നോട് ചേർത്ത് തറയ്ക്കപ്പെടട്ടെ. ചമ്മട്ടി അടിയേൽക്കുന്നതിന് വേണ്ടി സ്വയം ഒരുങ്ങിക്കൊള്ളുക എന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ പുറവും ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നിന്നോട് അവർ ചെയ്യുന്നതെല്ലാം അവർ എന്നോട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അതേ കർത്താവേ, 3 മണിക്കൂർ കഴിഞ്ഞ് എനിക്കൊരു വാർത്ത ലഭിച്ചു. ദൈവത്തിന്റെ സന്ദേശങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വാസമർപ്പിച്ചിരുന്ന പുരോഹിതന്മാരിൽ ഒരു പുരോഹിതൻ എന്നെ ഒറ്റിക്കൊടുത്തു. ആ പുരോഹിതൻ സത്യത്തിൽ ദൈവിക സന്ദേശങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. താൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവം ഈ വിധത്തിൽ സന്ദേശം നൽകുകയില്ല, പ്രത്യേകിച്ച് ഇത്തരക്കാരിയായ ഒരാൾക്ക്. ഇതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. കാരണം അദ്ദേഹം ഈ സന്ദേശങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെന്നും എൻ്റെ ഒരു സുഹൃത്താണെന്നും ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. ഈ വാർത്ത മറ്റൊരു സുഹൃത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. 6/9/1988. കർത്താവേ, ഇത് ഞാനാണ്. എന്റെ കുഞ്ഞെ, ഈ ഒറ്റിക്കൊടുക്കലിനെ പറ്റി ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. വരൂ, എന്നിൽ ആശ്രയിക്കുക. ഈ സന്ദേശങ്ങൾ എന്നിൽ നിന്നുള്ളതല്ല എന്ന് പറയുന്നവരുടെ വാദങ്ങൾ എത്രമാത്രം നിരർത്ഥകമാണെന്ന് ഏവരും അറിയട്ടെ. അവരുടെ തീക്ഷ്ണത തിന്മയിൽ നിന്നുള്ളതാണ്. എന്റെ നീതിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായി അറിയില്ല. അവർ അവരുടെ ആശയങ്ങളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് തിരുവചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്റെ സുവിശേഷ ദൗത്യത്തിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന നിസ്സാര ഉപകരണങ്ങളായ മനുഷ്യരെക്കുറിച്ച്, അത്ഭുതപ്പെടുന്നവരെക്കുറിച്ച് തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാദം ശരിയാണ്. ഈ ദൈവദാനം സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ നല്ലവളല്ലോ. എന്നാൽ എന്റെ സുഹൃത്തായ ബിയാട്രിസ് അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു: മഗ്ദലന മറിയത്തെക്കുറിച്ച് എന്തു പറയുന്നു? അപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകി: അവൾ പിന്നീട് മാനസാന്തരപ്പെട്ടു. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. നീ സമാധാനത്തിലായിരിക്കുക. ഞാൻ നിന്നെ എന്റെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നെങ്കിൽ പാപിനിയെ കല്ലെറിയുന്ന സംഘത്തോടൊപ്പം എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ അദ്ദേഹവും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഞാനത് സമ്മതിക്കുമായിരുന്നില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞ അതേ വചനം ഞാൻ അപ്പോൾ പറയുമായിരുന്നു: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. നിങ്ങളുടെ മനസ്സല്ല, ഹൃദയം തുറക്കുവിൻ. വസൂല, നിന്റെ രക്ഷകനായ എന്നെ ആശ്രയിക്കുക. തങ്ങളുടെ ഹൃദയം അടച്ചുവെച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തങ്ങളുടെ ചെവികൾ അടച്ചുവെച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ പീഡാസഹനത്തിൽ പങ്കുചേരുവാൻ നിന്നെ തന്നെ ഒരുക്കുവിൻ. നിന്റെ കുരിശിന്റെ വലിപ്പം ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. കർത്താവേ, എന്നാൽ നീയും ഞാനും ഒരുമിച്ച് അത് പങ്കുവെക്കും. നിന്റെ സഹനങ്ങൾ ഒന്നും വ്യർത്ഥമാവുകയില്ല. നിന്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും. അതിനുശേഷം നീ എന്റെ അടുക്കിലേക്ക് പറന്നുവരും. യേശു വളരെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം പറഞ്ഞത്. വരൂ, ഞാനിവിടെയുണ്ട്. നമുക്ക് കർത്താവേ. പിന്നീട്: കർത്താവേ, ഇത് ഞാനാണ്. എന്റെ കണ്ണുകളിലേക്ക് നോക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. നിന്റെ കർത്താവായ എന്നെ നോക്കുക. വഴിയും സത്യവും നിത്യജീവനും ഞാനാണ്. എത്ര വലിയ സ്നേഹത്തോടെയാണ് ഞാൻ നിന്നെ എന്റെ വചനം പഠിപ്പിച്ചതെന്ന് നീ ഓർക്കണം. നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നീ എന്നിൽ നിന്ന് പഠിച്ചതാണ്. എന്റെ രാജ്യം അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഞാനാണ് ആൽഫയും ഒമേഗയും. എന്നെ സ്നേഹിക്കുക. നിന്റെ സ്നേഹത്തിന്റെ ഓരോ അംശവും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ നിന്റെ രാജാവായി കരുതുക. എന്നെ സ്നേഹിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. നിന്റെ സ്നേഹം മുഴുവനും എനിക്ക് വേണ്ടിയുള്ളതാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുവാൻ പരിശീലിക്കുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമ്മൾ പരിശീലിക്കുന്നു. എന്നെ കൂടാതെ നീ എത്രമാത്രം ദുർബലയും ദയനീയമായ അവസ്ഥയിലുള്ളവളാണെന്നും എനിക്കറിയാം. എന്നാൽ എന്റെ കരങ്ങളിലുള്ള നീ വെറും ശിശുവാണെന്നും ഒരു ഒന്നുമില്ലായ്മ തന്നെയാണെന്നും നീ എനിക്ക് തരുന്ന നിന്റെ ജീവിതത്തിൽ എന്റെ ആത്മാവിന് യഥേഷ്ടം വിശ്വസിക്കുവാൻ കഴിയുമെന്നും എനിക്കറിയാം. നിന്നെ വാർത്തെടുത്ത് രൂപപ്പെടുത്തുവാൻ എന്റെ ആത്മാവിനെ അനുവദിക്കുക. നീ പഠിക്കുന്നതെല്ലാം ജ്ഞാനത്തിൽ നിന്ന് വരുന്നതാണ്. ഞാനാണ് ജ്ഞാനം.
7/9/1988. കർത്താവിന് സ്തുതി. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന് മഹത്വം. പിതാവേ, മരണം വരെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, ഇത് ഞാനാണ്. എന്റെ കുഞ്ഞെ, എന്നെ ശ്രവിക്കുക. നിന്റെ കർത്താവായി എനിക്ക് വേണ്ടി നീ തുടർന്നും പ്രവർത്തിക്കുമോ? ഞാൻ ആയിരിക്കുന്ന എൻ്റെ അവസ്ഥയിൽ അങ്ങ് എന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് നിന്നെ വേണം. വാക്കുകളാൽ വിവരിക്കാനാവാത്ത നിന്റെ ബലഹീനത എന്നെ ആകർഷിക്കുന്നു. വന്ന് എന്നെ ഉൾക്കൊള്ളുക. സൗഖ്യത്തോടെ ജീവിക്കുക. നീ സത്യത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ മാനസാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ എടുത്തുയർത്തി എന്റെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. ഞാൻ നിന്നിൽ ആരംഭിച്ചത് ഞാൻ പൂർത്തീകരിക്കും. നീ എന്റെ ആലയത്തിൽ വസിക്കും. ഞാൻ തന്നെ നിന്നെ പോഷിപ്പിക്കും. നീ തിന്മ ദർശിക്കാതിരിക്കുവാൻ ഞാൻ നിന്റെ കണ്ണുകൾക്ക് മൂടുപടമിട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കൃപാവരങ്ങളാൽ നീ അഹങ്കരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വസിക്കുവാനുള്ള ഭവനമായി എന്റെ തിരുഹൃദയത്തെ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. എന്റെ തിരുഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക. എന്റെ തിരുഹൃദയത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുക. ഒരിക്കലും എന്റെ തിരുഹൃദയത്തിൽ നിന്ന് പുറത്തു വരരുത്. നിന്റെ രക്ഷകനായ ഞാൻ നിന്നെ എന്റെ തിരുഹൃദയത്തിൽ അവസാനം വരെ മറച്ചുവെക്കും. കർത്താവെ, അങ്ങേക്ക് നന്ദി. 9/9/1988. കർത്താവെ, ഞാൻ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. ഞാൻ പഠിച്ചിട്ടുള്ളതെല്ലാം കർത്താവെ അങ്ങയിൽ നിന്ന് മാത്രമാണ്. കർത്താവെ, എന്നാൽ അനേകം പുരോഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. അങ്ങാണ് എനിക്ക് സന്ദേശങ്ങൾ നൽകുന്നതെന്ന് വിശ്വസിക്കുവാൻ അവർ വിസമ്മതിക്കുന്നു. അങ്ങയുടെ സന്ദേശങ്ങളും അങ്ങ് ദർശനങ്ങൾ നൽകിയ കുട്ടികളുടെ സാക്ഷ്യവും ദർശനങ്ങളും വെളിപാടുകളും അവർ നിരാകരിക്കുന്നു. എല്ലാ ദൈവിക പ്രവൃത്തികളെയും അവർ ചവിട്ടിമെതിക്കുന്നു. അങ്ങ് നിശബ്ദനായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ എൻ്റെ ദൈവമേ, മാറി നിൽക്കരുതേ. ഞങ്ങളുടെ അടുക്കിലേക്ക് പെട്ടെന്ന് വന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇത് ഞാനാണ്. വസൂല, നിന്നെ ഞെരുക്കുന്നവരോടുള്ള എന്റെ ഉപദേശം ഇതാണ്. വീണ്ടും നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എന്റെ കുഞ്ഞെ, ഓരോ ദർശനവും സത്യമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന സമയം വരും. എന്റെ സഭയിൽ പൊള്ളയായ ദർശനങ്ങളോ വ്യാജമായ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സത്യമായിട്ടും സംഭവിക്കും. എന്തെന്നാൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിന്റെ ജീവിതകാലത്ത് തന്നെ ഞാൻ പൂർത്തീകരിക്കും. കർത്താവെ, അങ്ങേക്ക് നന്ദി. നമുക്ക് എന്നേക്കും ആമേൻ. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.